ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമനും രാവണനും തമ്മിലുള്ള ഘോരമായ യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളാണ് ഇനി വരുന്നത്. വാദമടങ്ങി മറഞ്ഞിത് സൂര്യനും മേദിനി താനും വിറച്ചിതു പരമായി പാതോദിതിയുമിളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിടിനാർ. അമ്പുധി അമ്പുധിയോടെന്നെതിർക്കിലും അമ്പരം അമ്പരത്തോടെത്തിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളുമന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോൾ അതും പിന്നെ രാഘവൻ കണ്ടിച്ച് ഭൂമിയിലിട്ടാൻ അരക്ഷണ യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ട് രഘുകുലസത്തമൻ പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നെത്രയോ ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ലവൻ തലപത്തിനും. രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോ. കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വൻപന മാരീചനെന്നവർ ആദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനെ എന്താതിനിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ മടി. ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്നെന്തതിനിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായത് അതിദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടേലുപായവുമേതും ഒന്നീശ്വര. രാമരാവണ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. വായുസഞ്ചാരം നിലച്ചു, ഭൂമി വിറകൊണ്ടു, സമുദ്രം ഇളകി മറിഞ്ഞു. പാതാളവാസികളെല്ലാം പേടിച്ച് ഓടി ഒളിച്ചു. സമുദ്രം സമുദ്രത്തോടോ ആകാശം ആകാശത്തോടോ പൊരുതിയാലും രാമരാവണ യുദ്ധത്തിന് സമം അത് മാത്രം എന്ന് പുകഴ്ത്തിക്കൊണ്ടിരുന്നു. രാവണന്റെ ഒരു തലയറുത്ത് ഭൂമിയിലിട്ടു. അത് ഉടൻ മുളച്ചു വന്നു. വീണ്ടും മുറിച്ചപ്പോൾ രണ്ടാമതും ഉണ്ടായി. ഇങ്ങനെ 101 തലകൾ മുറിച്ച് ഭൂമിയിലിട്ടിട്ടും രാവണന്റെ 10 തലയ്ക്ക് ഒരു കുറവും ഉണ്ടായില്ല. 100,000 തല മുറിച്ചാലും രാവണന് ഒരു കുറവും വരില്ല. അത്രയ്ക്കും ശക്തമായ തപോബലം ഉള്ളയാളാണ് രാവണൻ. വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാർ അതിനു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ച് അയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പൊക്ക് ചോര കഴുകി മുഴുകി വിറവോട് മാരുതവേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണ തെളിവോട് ബാണവും എന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിന പാരിൽ മരാമരം വീണ പോലെ തദാ
ശ്രീരാമൻ വിരിഞ്ചാസ്ത്രമെടുത്ത് തൊഴുത് സൂര്യനും അഗ്നിക്കും സമാനമായ തേജസ്സോടെ വായുദേവനെ തൂവലാക്കി ജപിച്ച് അയച്ച് ശരം മന്ദാരമേരുക്കൾക്കിടയിലൂടെ പ്രകാശത്തോടെ നിറഞ്ഞു നിന്നു. അത് രാവണന്റെ ഹൃദയം പിളർന്ന് ഭൂമിയെ പിളർന്ന് സമുദ്രത്തിലെത്തി ചോര കഴുകിക്കളഞ്ഞ് വായു വേഗത്തിൽ തൂണീരത്തിൽ തിരിച്ചെത്തി. രാവണൻ ഒരു വലിയ മരം പോലെ നിലംപതിച്ചു. എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്ത് നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലത് പരലോകത്തിന് സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെന്നീ യോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങീതി വന്നിനി ശേഷക്രിയയ്ക്ക് തുടങ്ങുക വൈകാതെ. ജ്യേഷ്ഠൻ വീണത് കണ്ട് വിഭീഷണൻ അടുത്ത് ചെന്നിരുന്ന് കരയുവാൻ തുടങ്ങി. അപ്പോൾ ശ്രീരാമൻ രാവണനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി അദ്ദേഹത്തോട് പറയുകയാണ്, എന്നോട് നേർക്കുനേരെ നിന്ന് നന്നായി യുദ്ധം ചെയ്ത് മരിച്ച ശൂരനാണ് ഇയാൾ. ഇയാളെ കുറിച്ച് ഓർത്ത് കരയരുത്. പരലോക പ്രാപ്തിക്ക് അത് നന്നല്ല. യുദ്ധത്തിൽ മരിക്കുന്നത് രാജധർമ്മമാണ്. സുഹൃതം ചെയ്തവർക്കല്ലാതെ യുദ്ധത്തിൽ മരിച്ച് വീരസ്വർഗം പ്രാപിക്കുവാൻ കഴിയില്ല. ദോഷമെല്ലാം അവസാനിച്ചു. ശേഷക്രിയകൾക്ക് വേണ്ടതെല്ലാം ചെയ്യുക. ശ്രീരാമചന്ദ്ര കൃപലോ ഭജ മന ഹരണഭാവ ഭയദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപാദ കഞ്ചാരുണം ശ്രീരാം ശ്രീ